ഓണം ഔട്ട്ഫിറ്റിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ലോട്ടസ് ഡിസൈനാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കളർ ഷെയ്ഡ്സ് ആണിത്. ക്രിംസൺ റെഡ് എടുത്തിട്ടുണ്ട്, പിന്നെ സാപ്പ് ഗ്രീന്, ലെമൺ യെല്ലോ, പിന്നെ ഒരു വൈറ്റ് ഷെയ്ഡുമാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഫെവിക്രിലിൻ്റെ അക്രിലിക് കളേഴ്സാണ്. പിന്നെ നമുക്ക് ബ്രഷസ് വേണം. അതിലൊരെണ്ണം ഞാൻ ഫ്ലാറ്റ് ബ്രഷാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്പർ 4 ആണ്. പിന്നെ ബാക്കി 3 ബ്രൗൺ ബ്രഷാണ്. ഇത് 7ഉം 5ഉം പിന്നെ 000 എടുത്തിട്ടുണ്ട്. 000 നമ്മൾ ചെറിയ ലൈൻസൊക്കെ വരയ്ക്കാൻ, ഔട്ട്ലൈൻസൊക്കെ ഇല്ലേ, അത് വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതും എടുത്തിട്ടുണ്ട്. ലോട്ടസിൻ്റെ ഡിസൈൻ വരുന്നത് സ്ലിറ്റ് പോർഷനിലാണ്. അപ്പോൾ ഞാൻ മെറ്റീരിയൽ ഇതുപോലെ ഒന്ന് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ താഴത്തെ വശത്തൊരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ബോർഡർ വരുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുർത്തിയുടെ മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് കണ്ട് ഇതുപോലെ ഷോൾഡറും ആം ഹോളും അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ പോർഷനും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ സ്ലിറ്റിൻ്റെ പോർഷനിൽ വേണം നമ്മൾ ഡിസൈൻ ട്രേസ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഈ ഡിസൈൻ്റെ അടിയിൽ ഞാൻ യെല്ലോ കാർബൺ ഷീറ്റ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 3 എങ്കിലും വേണം നമുക്ക് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് ട്രേസ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 3 കൂടെ ഒന്നിച്ച് ഒരു സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് ഒറ്റ പ്രാവശ്യമായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. ഞാൻ 3 സെപ്പറേറ്റ് എടുത്തിട്ട് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള, ഡിസൈൻ മാറിപ്പോവുകയേ ചെയ്യില്ല കേട്ടോ കാർബൺ ഷീറ്റ് വെച്ച് കൊടുക്കുമ്പോൾ. ഇനി ഇതൊട്ടും തന്നെ മൂവ് ചെയ്യാതിരിക്കാൻ നമുക്കൊരു പിൻ കൂടെ വെച്ചിട്ട് അതൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പെൻസിൽ വെച്ച് നമുക്ക് ആ ഡിസൈൻ ഒന്ന് ട്രേസ് ചെയ്തെടുക്കുവാണ്. ഫ്ലവറും ലീഫും സ്റ്റെമ്മും എല്ലാം കറക്റ്റായിട്ട് തന്നെ ട്രേസ് ചെയ്തെടുക്കണം. ആദ്യം ലോട്ടസാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ലോട്ടസിൻ്റെ ഒരു പെറ്റൽ എടുത്തിട്ട് അതിൻ്റെ ബോർഡറിലൂടെ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇൻസൈഡും നമ്മൾ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസൊക്കെ ചെയ്യുമ്പോൾ ഓരോരോ പെറ്റലായിട്ട് വേണം നമ്മൾ ചെയ്ത് പോരാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഭംഗി ഉണ്ടാവത്തില്ല. ഇനി ഞാൻ റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് മിക്സ് ചെയ്തെടുക്കുവാണ് കേട്ടോ. എന്നിട്ട് ഈ ഒരു ഷെയ്ഡ് നമുക്ക് ആ വൈറ്റിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. വൈറ്റ് ഉണങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ വേണം നമ്മളിത് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഈ പെറ്റലിൻ്റെ ഈ ഒരു പോർഷനിലും മുകളിലത്തെ പോർഷനിലും കുറച്ച് മാത്രം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് ഞാനതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു നല്ലൊരു ഷെയ്ഡ് കിട്ടുന്നതാണ് കേട്ടോ. ഒരു ലൈറ്റ് പിങ്ക് വരും. ഈ ലോട്ടസിനൊക്കെ 2 കളർ ഷെയ്ഡ് വരുമല്ലോ, വൈറ്റും ഒരു പിങ്കും കൂടെ വരുന്ന ഒരു മിക്സ് ആണല്ലോ ലോട്ടസ് വരുന്നത്. അതുപോലെ നമുക്ക് വരാൻ വേണ്ടി ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ആ ഒരു ഒറിജിനാലിറ്റി, ഫ്ലവറിൻ്റെ ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഇങ്ങനെ കിട്ടുന്നതാണ് കേട്ടോ. പെറ്റൽസ് പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഓരോരോ പെറ്റലായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. പിന്നെ അതുപോലെ വൈറ്റ് ആഡ് ചെയ്താൽ നമുക്ക് നമ്മുടെ കളറ് ലൈറ്റ് ആക്കണമെങ്കിൽ വൈറ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഫ്ലവറിൻ്റെ കളറിൽ ഏതാണ് ഭംഗിയെന്ന് വെച്ചാൽ നമുക്കതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ ചെയ്താൽ.
ഇനി ലീഫ് പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ യെല്ലോ ഷെയ്ഡും യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് ഒരു ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫിൽ ആദ്യമേ യെല്ലോ ഷെയ്ഡൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ബോർഡർ പോർഷനിൽ വേണം നമ്മൾ ഇതുപോലെ പെയിൻറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് അകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ, ഈ യെല്ലോ ഷെയ്ഡ് വെച്ചിട്ട് തന്നെ. ഇനി ആ യെല്ലോ ഷെയ്ഡ് ഉണങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഗ്രീൻ ഷെയ്ഡും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ സാപ്പ് ഗ്രീനും നമ്മളിപ്പോൾ മിക്സ് ചെയ്ത ആ ഗ്രീൻ ഷെയ്ഡില്ലേ അതും എല്ലാം ഈ ലീഫിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ലീഫിൻ്റെ ലുക്ക് വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും ഒക്കെ വരുമ്പം ആ ഒരു ലുക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ലീഫും ഫ്ലവേഴ്സും ഒക്കെ നോക്കുവാണെങ്കിൽ ഒരേ ഷെയ്ഡ് അല്ലല്ലോ വരാറുള്ളത്. അപ്പോൾ അതുപോലെ വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ 2 കളേഴ്സൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പല പ്രാവശ്യം നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കളർ ഷെയ്ഡൊക്കെ ശരിയായിക്കോളും കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം പറ്റിയില്ലെങ്കിൽ കൂടി കുറേ പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ അത് വന്നോളും. അപ്പോൾ ഓരോ ഭാഗം തീർത്ത് വേണം നമ്മളിങ്ങനത്തെ പെയിൻറ്റിങ്സ് ചെയ്യാനായിട്ട്. ഇനി ആ ലീഫിൻ്റെ ബോർഡറിലൂടെ എല്ലാം ഔട്ട്ലൈൻസ് വരച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ ബോർഡറിൽ വരയ്ക്കാനായിട്ട് 000 ബ്രഷാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കളറാണെങ്കിൽ സാപ്പ് ഗ്രീൻ കളറുമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു പോർഷനിലും ഇടയ്ക്ക് വരുന്ന ആ മടക്ക് പോലെ വരുന്ന പോർഷനിലും അവിടെയൊക്കെ നമ്മളൊന്ന് ഇതുപോലെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ലോട്ടസിന് നമ്മൾ ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഞാൻ ലോട്ടസിന് വരയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്ന കളറ്. അത് ഞാൻ എങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ റെഡും കുറച്ച് മാത്രം വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഡാർക്ക് പിങ്ക് കളർ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഔട്ട്ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഫുൾ കഴിയുമ്പോൾ ഇത് ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ സ്ലിറ്റിൻ്റെ പോർഷൻ വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.